ഞാൻ റെയിൽവേ മിനിസ്റ്റർ 16-ാം തീയതി പോയി കണ്ടതാണ്. അന്നാണ് ഈ വിഷയം ആദ്യം സംസാരിച്ചും തീർച്ചയായിട്ടും. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഇനി ബഡ്ജറ്റിലിടാൻ പറ്റില്ല, എന്തായാലും സ്റ്റോലി അത് ബഡ്ജറ്റിലിടേണ്ട ആവശ്യമില്ല. റെയിൽവേ മിനിസ്റ്റർ ഗോട്ട് ഫുൾ പവേഴ്സ് ടു ഡു എനി സർവേ എനിവർ. Dr. Sridharan Saab had met me very recently. We had discussed in good detail how should we take up the future of railways, and he has a very grand vision for entire country. So I really respect him because of the technical capabilities and the execution he has shown in Konkan Railway as well as Delhi Metro. I discussed in good detail with him, and as I have discussed, from entire railway capacity of Kerala is getting significantly increased, right from Kasaragod to Shornur to Ernakulam to Kayamkulam to Trivandrum to so this is a major change which is happening. This will practically double the capacity of railways in Kerala. നമസ്കാരം. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചതോടെ ഉത്തരം മുട്ടി സംസ്ഥാനത്തെ BJP നേതാക്കൾ. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാണും പോലെ ബജറ്റ് കാണാനിരുന്നവർ മറുപടി പറയാനാകാതെ കുഴഞ്ഞു. വികസിത കേരളം തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രമാക്കിയ രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകൾ നിരാശ ആവർത്തിച്ച് തുറന്നു കാട്ടുന്നതാണ്. എയിംസ് എവിടെ വെക്കണമെന്ന് മാത്രം കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തിലെത്തിയിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞൊഴിഞ്ഞു. അശ്വിനി വൈഷ്ണവിന്റെ ഇന്നത്തെ വാർത്താസമ്മേളനമായിരുന്നു അവസാന പ്രതീക്ഷ. കേരളത്തിന് അതിവേഗ റെയിൽ ഇല്ല എന്നുറപ്പിച്ചതിനപ്പുറം ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ പോലും അദ്ദേഹത്തിനുമായില്ല. പൊന്നാനിയിൽ ഓഫീസ് തുറന്ന ശ്രീധരൻ ഏറ്റെടുത്തത് ആരുടെ ദൗത്യമെന്നതും അവ്യക്തം. ബജറ്റിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ UDF MPമാർ പ്രതിഷേധിച്ചപ്പോൾ നാളെ സംസ്ഥാനത്ത് കരിദിനം ആചരിക്കാനാണ് CPMന്റെ നീക്കം. വികസിത കേരളം എന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം പാളിയോ? കേന്ദ്രത്തിൽ നിന്ന് ഒന്നും വാങ്ങിയെടുക്കാൻ പറ്റാത്തത് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ചയോ? BJPയുടെ കേരള മിഷൻ ഉപേക്ഷിച്ചതുകൊണ്ടാണോ കേരളത്തെ കേന്ദ്രം പാടെ അവഗണിച്ചത്? ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രീ M. നൌഷാദ് MLA CPM പ്രതിനിധി, ശ്രീ റോണി K. ബേബി കോൺഗ്രസ് പ്രതിനിധി, ഉല്ലാസ് ബാബു BJP പ്രതിനിധി എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ M. നൌഷാദ്, ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരം അത് BJP നേതൃത്വം നൽകുന്ന NDAയും UDFും തമ്മിലാണ് എന്നതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ബജറ്റിൽ ഉണ്ടായിട്ടുള്ള ഈ അവഗണന എന്നത് BJPക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ പറ്റുന്ന ഒരു വിഷയം എന്നതാണോ CPM കാണുന്നത്? നാളെ കരിദിനം ആചരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരാനാണോ തീരുമാനം? അല്ല, തീർച്ചയായും ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല. ഇത് നാടിൻ്റെ പ്രശ്നമാണ്. കേരളം ഇന്ത്യയിലല്ലേ? പതിറ്റാണ്ടുകളായിട്ടുള്ള കേരളത്തിൻ്റെ ആവശ്യങ്ങളോടെല്ലാം തന്നെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എയിംസ് തത്വത്തിൽ അംഗീകരിച്ചു, ഉടൻ തന്നെ തരാം എന്ന് നിരവധി തവണ ആരോഗ്യമന്ത്രിക്ക് കത്തുൾപ്പെടെ അയച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇല്ല. നമ്മളിപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോർട്ട്, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടുകളിൽ ഒന്ന്. ആ വിഴിഞ്ഞം പോർട്ട് നിശ്ചയിച്ചതിനും 17 വർഷങ്ങൾക്ക് മുമ്പേ പൂർത്തിയാക്കപ്പെടുന്നു. അങ്ങനെ പൂർത്തിയാക്കപ്പെടുമ്പോൾ നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവർ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. പക്ഷേ നമുക്ക് ലഭിക്കേണ്ട ഗ്രാൻഡ് ലോണാക്കി മാറ്റി. അതാണ് BJP ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവിൽ അതിൻ്റെ 1ാം ഘട്ടം പൂർത്തീകരിച്ചു, 2ാം ഘട്ടം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. നാടിനല്ലേ? കാരണം രാഷ്ട്രീയമായി മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ പല വ്യത്യസ്ത ചേരികളിൽ നിന്ന് മത്സരിക്കും. പക്ഷെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഒരു കക്ഷിയുടെ പ്രതിനിധികളല്ല, നാടിൻ്റെ പ്രതിനിധികളാണ്. ജനത്തിൻ്റെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ആരുടെയാണ്? മുഴുവൻ ഇന്ത്യക്കാരുടെയും പ്രൈം മിനിസ്റ്ററാണ്. എല്ലാവരെയും ഒന്നായി കാണുക എന്നുള്ളതാണ് ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്വം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വ്യത്യസ്ത ചേരികളിൽ മത്സരിക്കും. പക്ഷെ ആ തരത്തിൽ കാണാതെ കേരളത്തെ പാടെ അവഗണിക്കുക. ഇപ്പോൾ ശബരിപാത
അതിനെങ്കിലും തരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അതിവേഗ റെയിൽ മോഹിപ്പിച്ചു. എയിംസ് വരും മറ്റേ മോനെ എന്നാണ് കേന്ദ്രമന്ത്രി പ്രതികരിച്ചത്. ഇപ്പോൾ തിരിച്ച് നമുക്ക് ചോദിക്കാനുള്ളത് എയിംസ് എവിടെ മറ്റേ മോനെ എന്നാണ്. തീർച്ചയായും കേരളത്തെ ഇത് മാത്രമല്ലല്ലോ, കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന നിലപാടുകളാണ് കേരളത്തിൻ്റെ കടമെടുപ്പ് അവകാശം പോലും ഇല്ലാതാക്കിക്കൊണ്ടുള്ള നിലപാടുകളാണ് കേന്ദ്രം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലവും വളരെ ബോധപൂർവം കേരളത്തെ ഇല്ലാതാക്കുക, ഞെക്കിക്കൊല്ലുക എന്ന സമീപനമാണ്. അവർ തരേണ്ടത് തരുന്നതുമില്ല, അവർക്ക് കേരളത്തിന് അർഹതപ്പെട്ടത്. എന്നാൽ നമുക്കിവിടെ നമ്മൾ GST കൊടുക്കുന്നില്ലേ? 1 രൂപ നമ്മൾ കേരളത്തിൽ നിന്നും കളക്ട് ചെയ്യുമ്പോൾ 23 പൈസയാണ് നമുക്ക് തിരിച്ചു തരുന്നത്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലും ഇപ്പോൾ UPക്ക് 1 രൂപ UP നിന്ന് കളക്ട് ചെയ്യുമ്പോൾ 1.89 അങ്ങോട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബീഹാർ പാക്കേജൊക്കെ നമ്മൾ കണ്ടതല്ലേ. കൊടുക്കണ്ട എന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല, എല്ലാവർക്കും കൊടുക്കണം. പക്ഷേ എന്തേ കേരളത്തിന് തരാത്തത്? അപ്പോൾ വളരെ ബോധപൂർവം കേരളീയരെ ബുദ്ധിമുട്ടിക്കുക, ഇന്ത്യയെ ഒന്നായി കാണുക എന്ന സമീപനം അവർക്കില്ല. കേരളീയരോടുള്ള വിദ്വേഷം അത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന തലങ്ങളിലെല്ലാം സംഘപരിവാർ BJP ഗവൺമെൻറ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് അഭികാമ്യമാണോ ഇല്ലയെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും. ആ പരാതി ഇന്നലെ ബജറ്റ് അവതരണം മുതൽ നമ്മൾ പറയുന്നതാണ്. ശ്രീ M. നൌഷാദ്, നോക്കൂ, ഇന്ന് അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. റെയിൽവേ വിഹിതം എന്ന് പറയുന്നത് 3795 കോടി രൂപയായി കേരളത്തിന്റെ വിഹിതം ഉയർത്തിയിട്ടുണ്ട്. ഇതുവരെ കിട്ടാത്ത അലോക്കേഷനാണ് ഇത് എന്നതാണ് അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, ഈ അങ്കമാലി ശബരി പാതയ്ക്കായി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അത് കേന്ദ്രത്തിന്റെ ഇനിഷ്യേറ്റീവിലാണ് അത്തരം നടപടികൾ നടക്കുന്നത് എന്നതുകൂടി പറയുന്നു. അത്തരം ഒരു വിശദീകരണം റെയിൽവേ മന്ത്രി നൽകുമ്പോൾ അതിൽ നിങ്ങൾ തൃപ്തരാണോ? അല്ല, അതിങ്ങനെ വിശദീകരണം നൽകിയാൽ മതിയോ? ബഡ്ജറ്റ് പ്രസംഗത്തിൽ വേണ്ടേ? ഇനി ബഡ്ജറ്റ് ചർച്ച കഴിഞ്ഞിട്ടുള്ള മറുപടി പ്രസംഗത്തിലായിക്കോട്ടെ. ഞാൻ പറഞ്ഞത്, മന്ത്രി വെളിയിൽ വന്നിട്ട് എന്തിനാണ് വിശദീകരിക്കുന്നത്? ആ ബഡ്ജറ്റിൽ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ. അത് ഡോക്യുമെൻ്റാണ്. വെളിയിൽ നടത്തുന്നത് സ്റ്റേറ്റ്മെൻ്റാണ്. ഡോക്യുമെൻറ്റും സ്റ്റേറ്റ്മെൻറ്റും രണ്ടും രണ്ടാണ്. ഹൗസിനകത്തല്ലല്ലോ നടത്തിയത്, വെളിയിൽ പത്രസമ്മേളനം നടത്തി എന്തും പറയാം. അത് ഇവരുടെ ഒരു തന്ത്രം തന്നെയാണ്. ഒന്ന് പറയുക, മറ്റൊന്ന് പ്രവർത്തിക്കുക. ഇവിടെ നേരത്തെ ഇപ്പോൾ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ച എന്താണ്? പ്രധാനമന്ത്രി വരും, ബ്ലൂ പ്രിൻ്റ് ആയിട്ടൊക്കെ വരും. ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടാണ് ഇത്. അതുമാത്രമല്ല, നിങ്ങൾ വിട്ടുപോയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണല്ലോ നമ്മളുടെ ഈ തൊഴിലുറപ്പ് പദ്ധതി. എന്താണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ ബഡ്ജറ്റിൻ്റെ അവസ്ഥ? ഞാൻ പറഞ്ഞാൽ 88,000 കോടി രൂപയായിരുന്നു കഴിഞ്ഞ തവണ ബഡ്ജറ്റിൽ വെച്ചിരുന്നത്. എന്നിട്ട് ഇപ്പോൾ അത് കേന്ദ്ര പദ്ധതിയാണ്. അതിനെ കേന്ദ്ര സംസ്ഥാന പദ്ധതിയാക്കി അങ്ങ് മാറ്റി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടടിയാണ്. നമുക്ക് തരാനുള്ള വിഹിതം കുറയ്ക്കുക, എന്നിട്ട് കേന്ദ്ര പദ്ധതികളിൽ നമ്മൾ ഇടേണ്ട ഷെയർ വർദ്ധിപ്പിക്കുക. ആ തരത്തിൽ ആ തൊഴിലുറപ്പ് പദ്ധതിയെ അങ്ങനെ ആക്കിയിട്ട് അത് 58,000 കോടി രൂപയാണ്. 88-ൽ 58,000 കോടി രൂപയാണ് ആ ഒരൊറ്റ ഏറ്റവും ഇന്ത്യ ആകെ ഉള്ള തൊഴിലുറപ്പ് പദ്ധതി. കാരണം ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ്. ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് പ്രത്യേകിച്ചും സ്ത്രീ തൊഴിലാളികൾക്ക് വളരെയേറെ പ്രയോജനകരമായ ആ പദ്ധതിയാണ്. അതിനെ കൊല്ലുകയാണ്. വെറും 30,000 കോടിയേ വെച്ചിട്ടുള്ളൂ. ഇന്ത്യ ഒട്ടാകെ 30,000 കോടി രൂപ. എത്ര തൊഴിൽ ദിനം നൽകാൻ പറ്റും? എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും? അപ്പം ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഗവൺമെൻറ് പിന്മാറുകയാണ്. അതേസമയം നിങ്ങൾ ഇവിടെ കേരളത്തിലൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ. ഇവിടെ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം വർദ്ധിപ്പിക്കുകയാണ്. പെൻഷൻ വർദ്ധിപ്പിക്കുന്നു, പുതിയ മേഖലകളിലേക്ക് പെൻഷൻ വ്യാപിപ്പിക്കും, നിലവിലുള്ള പെൻഷൻ വർദ്ധിപ്പിക്കുന്നു, ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു. ഇവിടെ ആശാമാരുടെ സമരം നടന്നു.
അവിടെ ചെന്ന് പാട്ടൊക്കെ പാടിയിട്ട് പോയ കേന്ദ്രമന്ത്രിയെ കാണാനേ ഇല്ല, പ്രതികരണത്തിനില്ല. കേരളത്തിൽ വന്നിട്ട് പറയാം. ഇനി പുതിയ തിരക്കഥ സിനിമാ മേഖലയായതുകൊണ്ട് പുതിയ തിരക്കഥയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ ആയിരിക്കാം. ആശാപ്രവർത്തകർ ഇവിടെ ഈ 6 മാസത്തിനുള്ളിൽ കേരള ഗവൺമെന്റ് ഇപ്പോൾ 2000 രൂപ വർദ്ധിപ്പിച്ചു. 2000 രൂപ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ 9000 രൂപ അവർക്ക് ഓണറേറിയമായി ലഭിക്കുന്നത്. മറ്റ് ഇൻസെൻറ്റീവ് കേന്ദ്രവിഹിതം ഒക്കെ അല്ലാതെ ലഭിക്കുന്നത്. ഇന്ത്യയിൽ ഇത്രയും വേതനം ലഭിക്കുന്ന ആശാപ്രവർത്തകർ മറ്റൊരു സ്റ്റേറ്റിലും. ശരി, അതാണ് ചൂണ്ടിക്കാട്ടാനുള്ളത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഉല്ലാസ് ബാബു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഉല്ലാസ് ബാബു, എം നൌഷാദ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് പോലെ മറുപടി പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണോ സംസ്ഥാനത്തെ BJP നേതാക്കളുള്ളത്? എയിംസ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇത് എവിടെ വെക്കണം എന്ന് മാത്രം അറിവില്ല. അത് ആലപ്പുഴയിൽ വെക്കണോ, തിരുവനന്തപുരത്ത് വെക്കണോ, അതോ തൃശ്ശൂർ വെക്കണോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. ഇത് ഒന്നും പറ്റിയില്ല, ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി കളയുമെന്നായിരുന്നു ഭീഷണി. ഇപ്പോൾ ഒരു മറുപടി പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണോ യഥാർത്ഥത്തിൽ നിങ്ങളെ സംബന്ധിച്ചുള്ളത്? മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയാണ് രേണുകോട് ആരാ പറഞ്ഞത്? ആർക്കും എന്താ മറുപടി പറയാൻ കുഴപ്പമുള്ളത്? ഇവിടെ എയിംസ് തരില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഭരണകാലത്ത് കേന്ദ്രത്തിന്റെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ശ്രീ JP നഡ്ഡാജി അല്ല ഒന്ന് പറയാൻ സമ്മതിക്കുന്നു. ഞാൻ പറഞ്ഞതിന് ശേഷം ചോദിച്ചാലും മറുപടി പറയാം. കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പറയണേ. കേന്ദ്ര ആരോഗ്യമന്ത്രി കേരളത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ എയിംസ് ഉണ്ടാകും. ഞങ്ങളുടെ ഭരണകാലയളവിൽ 5 വർഷത്തിൻ്റെ കാലയളവിൽ കേരളത്തിന് കൃത്യമായി എയിംസ് ഉണ്ടാവും. ഇവിടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യം, ബഡ്ജറ്റിൽ എവിടെയും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ബഡ്ജറ്റിൽ പറയുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ മാത്രമല്ല പുറത്തു ഉണ്ടാവാറുള്ളത്. ബഡ്ജറ്റിൽ ഇന്ന കാര്യങ്ങളെന്നും പറഞ്ഞിട്ടുമില്ല. സ്വാഭാവികമായിട്ട് ഈ റെയിൽവേയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, 4 ട്രെയിൻ അതിന് മുൻപ് 14 ദിവസം കൂടി മാറ്റിവെച്ചിട്ട് ബഡ്ജറ്റിൽ കേരളത്തിനെ ചേർത്ത് പിടിച്ച് കേന്ദ്രം എന്ന് പറയിപ്പിക്കാമായിരുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയം ഉണ്ടായിരുന്നുവെങ്കിൽ 4 ട്രെയിൻ കൊടുത്തതിന് 10 ദിവസം നീട്ടിവെച്ചാൽ മതിയായിരുന്നല്ലോ. അങ്ങനെ ഇല്ലെന്ന്. ഇവിടെ ഏത് റോഡ് മറ്റേ ഹൈവേയുമായി അങ്ങനെ മാറ്റിവെപ്പിക്കണ്ടായിരുന്നു. കേരളത്തിന് എന്തെങ്കിലും വാങ്ങിയെടുത്തിട്ട് നമ്മൾ വാങ്ങി ഞങ്ങളാണ് വാങ്ങിച്ചു തന്നതെന്ന് പറയാമായിരുന്നല്ലോ ശ്രീ ഉല്ലാസ് ബാബു. നോക്കൂ, ഞങ്ങളാണ് ഇതിന് നേതൃത്വം നൽകിയത്, ഞങ്ങളുടെ സമ്മർദ്ദമാണ് കേരളത്തിന് ഇത് കിട്ടാൻ ഇടയാക്കിയതെന്ന് പറയാമായിരുന്നു. അതുണ്ടായില്ല. അല്ല, അത് രേണുക അങ്ങനെ പറഞ്ഞു, അത് കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. കേന്ദ്രം ഭരിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ടാക്കി എടുക്കാനൊന്നും ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് വേണ്ട കാര്യങ്ങൾ വളരെ വൃത്തിയും വെടുപ്പുമായിട്ട് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഒരു കാര്യത്തിൽ പോലും പിന്നാക്കം നിന്നിട്ടില്ല. കേരളത്തിൽ 2009 മുതൽ 2014 മുതൽ വരെ കൊടുത്തിരുന്നതിൽ നിന്ന് 2014 മുതൽ 2026 വരെ കൊടുത്തിരുന്ന സംഖ്യ എത്രയാണെന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം. നോക്കൂ, ഗുജറാത്തിനെ പോലെ തന്നെ കേരളത്തിനെ പോലെ തന്നെ കർണാടകയും ഒക്കെ ഇതിൻ്റെ പദ്ധതി വിഹിതം കൃത്യമായി വർദ്ധിച്ചു. എന്ത് അടിസ്ഥാനത്തിലാണ്? കേരളത്തിനകത്ത് രാഷ്ട്രീയം നോക്കിയിട്ടാണോ? അല്ലല്ലോ. എത്ര കോടി രൂപയുടെ വ്യത്യാസം ഇത്തവണ ബഡ്ജറ്റിനകത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് അതൊക്കെ കേരളത്തിന് അവകാശപ്പെട്ടതാണല്ലോ ശ്രീ ഉല്ലാസ് ബാബു. അതുപോലെ തന്നെയാണ് ഈ പ്രത്യേകമായി അനുവദിക്കുന്ന പദ്ധതികൾക്കും കേരളത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. അതുപോലെയാണ്. താങ്കൾ പറഞ്ഞു എയിംസ് ആർക്കും കൊടുത്തില്ലല്ലോ ഇത്തവണ എന്ന് പറഞ്ഞു. പക്ഷേ കൊടുത്ത വർഷങ്ങളുണ്ടല്ലോ, അവിടെ കേരളം പരാമർശിക്കപ്പെട്ടില്ല, കേരളത്തിന് കിട്ടിയില്ല. ഇത്തവണ 7 റെയിൽ കോറിഡോർസ് പ്രഖ്യാപിച്ചുവല്ലോ, കേരളമില്ല. കേരളത്തിന് എന്താ അതിന് അവകാശമില്ലേ, അർഹതയില്ലേ? ഇന്നലെ റെയിൽവേ മന്ത്രി എന്താ പറഞ്ഞത്? നിങ്ങൾ കേരളത്തിന് പുറത്തു പോയാൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് വേണ്ടി കാത്തിരുന്നു. അദ്ദേഹത്തിന് അതിവേഗ റെയിലിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അദ്ദേഹം ഒരു ഉറപ്പും നൽകുന്നില്ല. അത് ഭാവിയിൽ ഉണ്ടാകും, എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുമെന്ന വാക്കിൽ ഒതുക്കുകയാണ് അദ്ദേഹത്തിന്റെ മറുപടി. എന്തിനാണ് ഇവിടെ ഈ ശ്രീധരൻ ഓഫീസ് തുറന്നത് എന്നത് കൂടി നിങ്ങൾ വിശദീകരിക്കണം. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ രേണുക വെറുതെ ചൂടായിട്ട് കാര്യമില്ല. 372 കോടി റുപ്യാണ് 2009 മുതൽ 2014 വരെ ഇവരുടെ ഈ UPA സർക്കാരിൻ്റെ സമയത്ത് കൊടുത്തത്. ഇത്ര NDA സർക്കാർ വന്ന സമയത്ത് എത്ര കൊടുത്തത്? 3795 കോടി റുപ്യ. എന്താ രേണുവയ്ക്ക് അത് വായിക്കാൻ പറ്റാത്ത? 372 ആണോ വലുത്, 3795 ആണോ വലുത്? എന്താ രേണുവയ്ക്ക് അത് മനസ്സിലാകും? ഓരോ വർഷവും റെയിൽവേയുടെ ആ വിഹിതം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉയർന്ന വിഹിതം ഓരോ സംസ്ഥാനത്തിനും ലഭിക്കുന്നതാണ്. കാസർഗോഡ്, കായംകുളം, കൊല്ലം, കോഴിക്കോട്, കുട്ടിപ്പുറം, മാവേലിക്കര, നെയ്യാറ്റിൻകര,
നിലമ്പൂർ, ഒറ്റപ്പാലം, പരപ്പനങ്ങാടി, പയ്യന്നൂർ, പുനലൂർ, ഷൊർണൂർ, തലശ്ശേരി, തിരുവനന്തപുരം, തൃശ്ശൂർ, തിരുവല്ല, തൃപ്പൂണിത്തുറ, വടകര, വർക്കല, വടക്കാഞ്ചേരി ഇത്രയൊക്കെ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ റീഡെവലപ്മെന്റ് നടത്തുന്നത് എന്താ രേണുകയ്ക്ക് മനസ്സിലാവുന്നില്ലേ? രേണുകയ്ക്ക് എന്താ വായിക്കാൻ അതൊന്നും തോന്നാത്തത്? എന്താ രേണുകയുടെ മാധ്യമ പ്രവർത്തന രംഗത്ത് ഇത്ര കോടി രൂപ അതിനകത്ത് ചെലവാക്കുന്നത് കാണാൻ പറ്റാഞ്ഞത്? എന്താ റെയിൽവേ സ്റ്റേഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എന്താ രേണുകയ്ക്ക് കാണാൻ സാധിക്കാതെ? അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് 13 കംപ്ലീറ്റ് രാഷ്ട്രീയ തട്ടിപ്പുമായിട്ട് എന്റെ അടുത്തേക്ക് വരരുത്. നിങ്ങളുടെ മാധ്യമങ്ങളിൽ കാര്യങ്ങൾ പറഞ്ഞു. എന്താ ഞാൻ ചോദിക്കട്ടെ അതിവേഗ റെയിലിന്റെ കാര്യത്തിൽ തരില്ല എന്ന് പറഞ്ഞോ? ഞാൻ ചോദിക്കട്ടെ, അങ്കമാലി മുതൽ ശബരിമലയുള്ള കാര്യത്തിൽ, തിരുനാവായ ഗുരുവായൂർ കാര്യത്തിൽ എല്ലാം കൃത്യമായി തുടങ്ങുന്നതായിട്ട് പറഞ്ഞില്ലേ? കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ആ സ്ഥലങ്ങൾ അനുവദിച്ചു കൊടുക്കണം, എടുത്തു കൊടുക്കേണ്ട ചുമതല അവർ ഏറ്റെടുക്കണമെന്നും അവർ കൃത്യമായിട്ട് വേഗം ചെയ്താൽ അതിന് വേണ്ടുന്ന ഫണ്ടടക്കം മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞില്ലേ? എന്തിനാണ് അത് മനസ്സിലാക്കാത്തത്? പിന്നെ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വി ശ്രീധരൻ എല്ലാവിധ പിന്തുണയും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ വേണ്ട പോലെ കൃത്യമായി ചെയ്തിരിക്കും. യു പി എസ് സർക്കാർ ഇത്ര കാലം ഉണ്ടായിരുന്ന സമയത്ത് UPS സർക്കാർ 10 വർഷം എന്താ ഒരു സംശയമില്ല ഈ ശ്രീധരന് വേണ്ട എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാർ കൃത്യമായി കൊടുക്കുമെന്ന് ഒരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, 10 വർഷക്കാലം UPS സർക്കാർ ഇരുന്ന സമയത്ത് കേരളത്തിനോട് എന്താ ചിറ്റമനയം കാണിച്ചത്? എന്താ ചോദിക്കാൻ രേണുകയുടെ നാവ് പൊന്താത്തത്? എന്താണ് ആങ്കർ ആ വിഷയം സംസാരിക്കാത്തത്? 372 കോടി കേരള പ്രാപ്തിയിൽ നിങ്ങൾക്കുണ്ടായിരുന്നു. 3970 ഓരോ തവണയും ഇപ്പോൾ സംസ്ഥാന ബജറ്റാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ സംസ്ഥാന ബജറ്റിൽ ഇല്ല എങ്കിൽ മാധ്യമങ്ങൾ ചോദിക്കും, സാധാരണക്കാർ ചോദിക്കും, താങ്കൾ എന്തിനാണ് ഈ ചൂടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എത്ര ശാന്തമായാണ് മറ്റുള്ളവർ സംസാരിക്കുന്നത്? താങ്കൾ ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ട് തരാത്തത് തന്നു എന്നാകുമോ? താങ്കൾ ഒച്ച വെച്ചതുകൊണ്ട് തരാത്തത് തന്നു എന്നാകുമോ? രാഷ്ട്രീയ തിമിരം ബാധിക്കരുത് ആങ്കർക്ക്. ആങ്കർ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവരുത് കേട്ടോ. ഞാൻ ഒരു വക്താവുമായില്ല. കേരളത്തിൽ ഒരു മനുഷ്യനും അതിവേഗ റെയിൽ കിട്ടിയില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആമയുടെ ഫോട്ടോ ഉപയോഗിച്ച് സമൂഹ മാധ്യമത്തിൽ അവർക്ക് അവരുടെ വിഷമം പറയേണ്ടി വരുന്നത് ഏത് സാഹചര്യത്തിലാണ്? എന്റെ 35 റെയിൽവേ സ്റ്റേഷൻ റീഡെവലപ്പ് ചെയ്ത് രേണുകയ്ക്ക് കാണാൻ സാധിക്കാത്തത് എന്താണ്? 3792 കോടി രൂപ റെയിൽവേ കൃത്യമായി കേരളത്തിന് മാറ്റിവെച്ച കാര്യം രേണുകയ്ക്ക് പറയാൻ സാധിക്കാത്തത് അത് വലിയൊരു കാര്യമാണ് എന്നും അത് കേന്ദ്രത്തെ അഭിനന്ദിക്കാനും രേണുകയ്ക്ക് എന്റെ മനസ്സ് വരാത്തത് ആ രാഷ്ട്രീയ തിമിരമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ തിമിരക്കണ്ണും വെച്ച് നോക്കിയാൽ കേരളത്തിനൊന്നും കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഓരോ വർഷവും കേരളത്തിന് ലഭിക്കുന്നുണ്ട്, റെയിൽവേ വിഹിതം ലഭിക്കുന്നുണ്ട്. കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. അത് പടിപടിയായി ഉയർന്നു വരുന്ന തുകയാണ്. അതുപോലെ കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന തുകയാണ് ഇത്തവണ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ബജറ്റിൽ ഒന്നും തന്നില്ല എന്നൊരു പരാമർശം പോലും ഞാൻ നടത്തിയില്ല. കേരളത്തിന് വേണ്ടി കേരളം ഏറെ പ്രതീക്ഷയോട് കാത്തിരുന്ന വലിയ പ്രഖ്യാപനങ്ങൾ അത് എയിംസും അതിവേഗ റെയിലുമായിരുന്നു. അതുണ്ടായില്ല. ഇന്ന് റെയിൽവേ മന്ത്രിയുടെ വാർത്താ സമ്മേളനം വരുമ്പോൾ അക്കാര്യത്തിൽ ഒരു ഉറപ്പെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഉണ്ടായില്ല. പൊന്നാനിയിൽ ഒരു ഓഫീസ് തുറന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ്, അതിന്റെ പ്രാരംഭ നടപടികൾക്ക് വേണ്ടിയാണ് എന്നെങ്കിലും റെയിൽവേ മന്ത്രി പറയുമെന്ന് കരുതി. അതും ഉണ്ടായില്ല. റെയിൽവേ മന്ത്രിക്ക് അത്തരം ഒരു അറിവും അതുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറിച്ച് ഈ ശ്രീധരന്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച ഏതെങ്കിലും പ്രവർത്തനമാണ് എന്നതിന്റെ ഒരു ഉറപ്പല്ല. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ ശ്രീധരൻ അത് അവിടെ ചെയ്യുന്നത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും. താങ്കൾ അല്പം രോഷം അടക്കിയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ റോണി കെ ബേബി, ഇന്ന് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധം പാർലമെന്റിൽ ഉണ്ടായത്. കേരളത്തിന് കൃത്യമായി കേന്ദ്രം കൊടുത്ത കാര്യങ്ങൾ പറയാൻ തയ്യാറാവാതെ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തനം നടത്തുന്ന രേണുകയോട് രോക്ഷമുണ്ടാകും. അത് സാധാരണ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഉണ്ടാകുന്ന ദേഷ്യമാണ്. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകും. രേണുക നുണ പറയാനും പ്രകടിപ്പിക്കാനും ഉള്ള വേദിയായിട്ട് ഇതിന്റെ മാധ്യമ പ്രവർത്തനത്തെ മാറ്റാൻ പാടില്ലല്ലോ. ഞാൻ സമ്മതിച്ചു. ശ്രീ ഉല്ലാസ് ബാബു നോക്കൂ, ഞാൻ റോണിലേക്ക് വരാം. ഞാൻ ഇത് ഇക്കാര്യത്തിന് ഒരു മറുപടി പറഞ്ഞോട്ടെ. ശ്രീ റോണിക്ക് ബേബി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഉല്ലാസ് ബാബു, സാധാരണ ജനങ്ങൾ അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നത് ഫേസ്ബുക്കിലും മറ്റുമാണ്, സമൂഹ മാധ്യമങ്ങളിലാണ്. അവർ ഉപയോഗിക്കുന്ന ഭാഷയൊന്നും എനിക്ക് താങ്കളോട് പറയാൻ പറ്റത്തില്ല. അവരുടെ രോഷപ്രകടനത്തിന്റെ ഭാഷയാണ്. ഞാൻ അതിൽ മാന്യമായ ഭാഷയിലാണ് താങ്കളോട് ചോദ്യം ചോദിച്ചത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ റോണിക്ക് ബേബി, ഇന്ത്യയിലല്ലേ കേരളം എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വലിയ പ്രതിഷേധം ഇന്ന് UDF എംപിമാർ ഡൽഹിയിൽ നടത്തിയിരിക്കുന്നത്. നാളെ ഇവിടെ കരിദിനം ആചരിക്കാൻ പോവുകയാണ്. അപ്പോൾ
കേരളത്തോടുള്ള അവഗണനയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യമാണ് എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒറ്റക്കെട്ടായ ഒരു പ്രതിഷേധത്തിനാണോ അരങ്ങൊരുങ്ങുന്നത്? കേരളത്തിലെ 3.5 കോടി ജനങ്ങളില് ഇതുപോലെ കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കുന്നത് പ്രിയപ്പെട്ട ശ്രീ ഉല്ലാസ് ബാബു അല്ലാതെ മറ്റൊരു മലയാളി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറയുന്നത് എന്റെ 8 പേജ് ഉണ്ടെന്നാണ് പറയുന്നത്. ബജറ്റിൽ കേരളത്തിൽ അനുവദിച്ച പദ്ധതികളുടെ മുഴുവൻ അതിന്റെ സമ്മറി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്റെ 8 പേജ് ഉണ്ട്. പക്ഷെ ഇതുവരെ ആ 8 പേജ് എന്താണെന്ന് പുറത്തുവിടാൻ വേണ്ടി BJP സംസ്ഥാന പ്രസിഡന്റിന് കഴിഞ്ഞിട്ടില്ല. ഇത്രമാത്രം കേരളത്തെ അവഗണിച്ച ഉല്ലാസ് ബാബു പറയുന്നത് കേട്ടു. UPA സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ ഇത് തന്നു, ഇപ്പോൾ ഇത് തന്നു. ഇവിടെ ഉല്ലാസ് ബാബു, UPA സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് കേന്ദ്ര ബജറ്റിന്റെ വോളിയം എത്രയായിരുന്നു? 7 ലക്ഷം കോടി, 8 ലക്ഷം കോടി. ഈ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിന്റെ നികുതി വരുമാനം എത്ര തരോ? 30 ലക്ഷം കോടിയാ. ആ 30 ലക്ഷം കോടി രൂപയ്ക്ക് ആനുപാതികമായി അങ്ങയുടെ 3000 കോടിയുടെ കണക്ക് പറയുന്നില്ല. 30 ലക്ഷം കോടിയിൽ 3000 കോടി എത്ര ശതമാനം എന്നത് അങ്ങനെ തന്നെ ഒന്ന് കണക്ക് ഒന്ന് ഹരിക്കുകയോ ഗുണിക്കുകയോ ഒക്കെ ഒന്ന് ചെയ്തു നോക്ക്. അത്രമാത്രം അവഗണിച്ചു. 12 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി റോഡായും ഹൈവേ ആയും അതുപോലെയുള്ള വൻകിട പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. 12 ലക്ഷം കോടി രൂപ. ഒരു ചില്ലി കാശ് പോലും കേരളത്തിൽ നൽകിയിട്ടില്ല. 29 പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് ഈ ബജറ്റിൽ പരിഗണിക്കണം. ആ 29 പദ്ധതികളിൽ ഒരു പദ്ധതി പോലും, എത്രമാത്രം കടുത്ത രാഷ്ട്രീയ വൈരാഗ്യമുണ്ടെങ്കിൽ പോലും, കേരളം എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി നിൽക്കുമ്പോൾ എത്ര രാഷ്ട്രീയമായ വൈരാഗ്യമുണ്ടെങ്കിലും ആ 29 പദ്ധതികളിൽ ഒരു പദ്ധതിയെങ്കിലും കേന്ദ്ര സർക്കാർ അംഗീകരിക്കാമായിരുന്നു. ഇതിന്റെ അകത്ത് ഒരു പദ്ധതി പോലും നമുക്ക് നൽകാതെ കേരളത്തെ അപമാനിക്കുകയാണ്. കേരളത്തോടുള്ള രാഷ്ട്രീയ വിരോധം എന്താണ്? ഇത്രമാത്രം കേരളത്തോട് രാഷ്ട്രീയ വിരോധം ഈ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് എന്ന് മലയാളി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്ന് BJP പറഞ്ഞതാ വികസിത ഭാരത്, വികസിത ഭാരത്. ഇതാണ് നിങ്ങൾ പറയുന്നത് വികസിത ഭാരത് എന്ന് പറയുന്നത്. വികസിത ഭാരതമെങ്കിൽ കേരളവും ആ വികസിത ഭാരതത്തിന്റെ ഭാഗമാണ്. കേരളത്തിൽ പറയുന്നത് കേരളത്തിൽ വലിയ പദ്ധതികൾ, കേരളത്തിന് പുറത്ത് ഇന്ത്യ മുഴുവൻ മാറുന്നു, ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി മാറുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ മലയാളികൾക്ക് ഇന്ത്യ ഈ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമ്പോൾ 100% ആനുകൂല്യം അനുഭവിക്കാൻ ഈ മലയാളികൾക്ക് അതിനുള്ള ഭാഗ്യമില്ലേ? അതിനുള്ള അവകാശമില്ലേ? അതിനുള്ള അർഹതയില്ലേ? ഭാഗ്യം കിട്ടവരാണോ ഈ മലയാളികൾ? ബഹുമാനപ്പെട്ട BJP വക്താക്കള് രാഷ്ട്രീയ അന്ധത ബാധിക്കരുത്, രാഷ്ട്രീയ വൈരാഗ്യ നിർബുദ്ധിയോടുകൂടി മലയാളികളെ കാണരുത്. ഇത് ക്ഷമയുടെ അങ്ങേ അറ്റത്തേക്ക് വെച്ചിരിക്കുക. ഇവിടെ പറയുന്നു, അങ്ങ് പറഞ്ഞു ഇത് ഭൂമി ഏറ്റെടുക്കൽ, കേരളം ഭൂമി ഏറ്റെടുക്കുന്നില്ല, 157 ഏക്കർ സ്ഥലം ഈ പറയുന്ന എയിംസിന് വേണ്ടി ഏറ്റെടുത്ത് 2 വർഷമായി കേരളം കാത്തിരിക്കുക. എന്താ നിങ്ങൾക്ക് ആ പ്രഖ്യാപനം നൽകിയാല്? നിങ്ങൾ മറ്റു പല സംസ്ഥാനങ്ങളും വാരിക്കോരി കേരളത്തിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഈ 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ 4% നൽകുമ്പോൾ, കേരളത്തിൽ ഈ പറയുന്ന 2.8% നൽകുമ്പോൾ നിങ്ങൾക്കറിയാമോ ഉത്തർപ്രദേശിൽ 17%. സംസ്ഥാനങ്ങൾക്ക് ബീഹാറിന് കൊടുത്തത് 10%, 7.34%, മഹാരാഷ്ട്രയ്ക്ക് 6.44%. 100 രൂപ കേരളം കേന്ദ്രത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, GST ഉൾപ്പെടെ പല സോഴ്സുകളിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത് 33 പൈസ മാത്രമാണ്. ന്യായമായ അവകാശങ്ങൾ ഈ CPM പറയുന്നത് പോലെ പൂർണ്ണമായും കേന്ദ്രം കേരളത്തെ പീഡിപ്പിക്കുന്നു എന്നുള്ളൊരു വ്യാഖ്യാനവും ഞങ്ങൾക്കില്ല. പക്ഷേ നമുക്കുള്ള ന്യായമായിട്ടുള്ള അവകാശങ്ങൾ നമുക്ക് തന്നേ പറ്റിയുള്ളൂ. പക്ഷേ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു, അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം ഇപ്പോൾ BJPക്ക് പോലും ഇതാണോ നിങ്ങൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി? ഒന്നും വേണ്ട. ബഹുമാനപ്പെട്ട പ്രധാന തിരുവനന്തപുരത്ത് വന്നപ്പോൾ പറഞ്ഞു തിരുവനന്തപുരത്തെ ഈ ലോകത്തിന്റെ മാതൃകാ നഗരത്തിലേക്ക് ഉയർത്തും, ഡെവലപ്ഡായിട്ടുള്ള സിറ്റിയിലേക്ക് ഉയർത്തും. എത്രയോ കേന്ദ്ര പദ്ധതികളുണ്ട്, നഗര കേന്ദ്രീകൃതമായിട്ടുള്ള നഗര വികസനത്തിന് വേണ്ടിയിട്ടുള്ള എത്രയോ പദ്ധതികളുണ്ട്. ചില്ലിക്കാശെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനോട് അനുവദിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? നിങ്ങൾ വല്ലാണ്ട് വീർപ്പല്ലോ. ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, ഞങ്ങൾ കേരളത്തിൽ നരേന്ദ്രമോദി ഗുജറാത്തിന്റെ ബറോഡ പിടിച്ചു, തുടർച്ചയായി ഞങ്ങൾ ഗുജറാത്ത് പിടിച്ചു. പക്ഷെ ആ തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങൾ ജനങ്ങളോട് പോലും നിങ്ങൾക്കൊരു നീതി കാണിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? BJP വക്താവ് സ്വന്തം നെഞ്ചിൽ കൈവച്ചിട്ടുള്ള ഒരു മലയാളിയായി നിന്നുകൊണ്ട് മലയാളികൾ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങ് സാറ്റിസ്ഫൈഡ് ഈ കേന്ദ്ര സർക്കാർ നമ്മുടെ നീതി കാണിച്ചിട്ടുണ്ടോ? നമ്മുടെ അനീതിയാണ് കാണിച്ചത്. അങ്ങയുടെ മനസ്സിലക്ഷരം ചോദിക്ക്. അങ്ങയുടെ വാക്കുകൊണ്ടും അങ്ങേക്ക് കിട്ടിയിരിക്കുന്ന വരിഷ്ഠമായിട്ടുള്ള കഴിവുകൊണ്ടും അങ്ങേക്ക് എത്രയോ വലിയ വാചകൾ, വലിയ ആവശ്യം പറയാൻ കഴിയും. പക്ഷെ നെഞ്ചൽ കൈവച്ചു. സർക്കാർ മലയാളികളോട് കേരളത്തോട് നീതി കാണിച്ചില്ലെന്ന് ആത്മപരിശോധന നടത്തണമെന്നാണ് എനിക്കൊരു വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ശരി.
യോജിച്ചുള്ള ഒരു പോരാട്ടത്തിന് വേദി ഒരുങ്ങുമോ എന്നതായിരുന്നു എൻ്റെ താങ്കളോടുള്ള ചോദ്യം. കഴിഞ്ഞ ദിവസം ബജറ്റിലെ അവഗണന നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിനി കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന സാഹചര്യമാണ് നമ്മളുടെ ഫോക്കസ് എന്നത് മറന്നുപോകാതെ ഇരിക്കുക. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം നൌഷാദ്, നോക്കൂ, ഇന്നലെ മുഖ്യമന്ത്രി തന്നെയാണ് യോജിച്ചുള്ള ഒരു പോരാട്ടത്തിന്റെ ആഹ്വാനം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇന്ന് പാർലമെന്റിൽ വലിയ പ്രതിഷേധം ഉയരുന്നു. അത് പാർലമെന്റിന് മുന്നിൽ UDF MPമാർ പ്രതിഷേധിക്കുന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട KC വേണുഗോപാൽ പറഞ്ഞത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്രത്തിൽ പോയി നിർമ്മലാ സീതാരാമനെ ഉൾപ്പെടെ കണ്ട ചർച്ച അത് കേരളത്തിന് വേണ്ടി ആയിരുന്നോ എന്ന ഒരു സംശയം ഉന്നയിക്കുകയാണ്. അതായത് ഇവിടെ നിന്ന് കേരളത്തിന് അവകാശപ്പെട്ടത് വാങ്ങിയെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു, ആ ചർച്ചകളൊക്കെ മറ്റെന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നു എന്ന ഒരു സംശയം കൂടി ഉന്നയിക്കുകയാണ് കോൺഗ്രസ്. ഇല്ല രേണു, വളരെ വ്യക്തമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല, അവിടെയും എങ്ങനെ രാഷ്ട്രീയ കുത്തിത്തിരിപ്പുണ്ടാക്കാം എന്ന ചിന്തയാണ്. ഈ പറയപ്പെടുന്ന എയിംസ് കേരളത്തിൽ നിന്ന് 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നല്ലോ UPA ഭരണകാലത്ത്. 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നിട്ട് എയിംസ് തന്നോ? കോൺഗ്രസ് ഇപ്പോൾ ശ്രീ റിനിയെ വന്നിരുന്ന് സംസാരിച്ചു, നല്ല കാര്യം. ആ മനസ്സ് മാറിയത് കേരളത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ടതാണ്, കേരളത്തെ അവഗണിച്ചു എന്ന് പറയുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ KC വേണുഗോപാലിന് വന്നിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നടത്തേണ്ട സന്ദർഭമാണോ? നിങ്ങൾ വളരെ കൃത്യമായി ആ തരത്തിൽ നിർമ്മലാ സീതാരാമനെ കണ്ടത് മറ്റെന്തെങ്കിലും ആണോ എന്ന് പുള്ളി അങ്ങ് പറയട്ടെ. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയ നിലപാടുകളുണ്ട്, രാഷ്ട്രീയ നിലപാടുകൾ വേറെ. ഇവിടെ ഞാൻ അതാ ചോദിച്ചത്, UPയുടെ കാലത്ത് 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു, ഒരു എയിംസും നമുക്ക് തന്നിട്ടില്ല. മനസ്സിലായില്ലേ? ഇവിടെ സ്ഥലം ഏറ്റെടുത്ത് കിട്ടേണ്ട നാളുകളേറെ എത്രയായി? ഇനി ബാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രഖ്യാപിക്കണ്ടേ? അപ്പോൾ പ്രഖ്യാപിക്കുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് തൃശ്ശൂരാണോ ആലപ്പുഴയാണോ കമ്പമാണോ തേനിയാണോ എന്ന് വ്യക്തതയില്ലാതെ നിൽക്കുന്നു. അതുപോലെ റെയിൽവേ ഇതിന് പുറത്ത് വന്ന് പറയുന്നത് എന്തിനാണ്? ഞാൻ പറഞ്ഞ തുക അനുവദിക്കേണ്ട ടോക്കൺ പ്രൊവിഷനെങ്കിലും പറയണ്ടേ? ബഡ്ജറ്റിൽ ടോക്കൺ പ്രൊവിഷൻ അറിയണ്ടേ? അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് എയിംസ് അനുവദിക്കുന്നു, സ്ഥലം ഏറ്റെടുത്ത് നൽകുന്ന മുറയ്ക്ക് ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോകും എന്ന് ബഡ്ജറ്റിൽ പറയാമല്ലോ. ബഡ്ജറ്റ് സ്പീച്ചിൽ അങ്ങനെ പറയാം, അത് നിയമപരമാണ്. അതുപോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ തരത്തിൽ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ഞാൻ പറഞ്ഞ BJP ആണോ കോൺഗ്രസ് ആണോ LDF ആണോ CPM ആണോ എന്നുള്ളതല്ലല്ലോ. നമുക്ക് നമുക്ക് ലഭിക്കേണ്ടത് ഷെയറാണ്, തുകയല്ല പ്രധാനം, പെർസെൻറ്റേജാണ്. ഞാൻ പറഞ്ഞ നമുക്ക് കേരളത്തിന് 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 3.8 ആയിരുന്നു. ആ 3.8 എന്നുള്ളത് ഇപ്പോൾ 1.92 ആയി, പകുതിയായി വിഹിതം. അതിനവർ കാരണമായി പറഞ്ഞിട്ടുള്ളത്, ഞാൻ പറഞ്ഞ ഇപ്പോൾ ഇവിടെ പാർലമെന്റ് ബഡ്ജറ്റിന് മുമ്പായിട്ട് അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ അതിൽ 2.3% ഉയർന്നു. പക്ഷേ വരുമാനം എത്ര കൂടി? ഞാൻ അതാണ് പറഞ്ഞു വന്നത്. കേരളത്തിന് ലഭ്യമായ, കേരളത്തിന് യഥാർത്ഥത്തിൽ എക്കണോമിക് സർവേയിൽ അതിദാരിദ്ര്യമില്ലാതാക്കിയത് മാതൃകാപരം അവിടെ അവതരിപ്പിച്ചപ്പെട്ട എക്കണോമിക് സർവേയിലാണ്. അപ്പോൾ അതിൻ്റെ കോമ്പൻസേഷൻ നമുക്ക് തരണ്ടേ? ഒരു ബോണസ് തരണ്ടേ? ഇവിടെ കേന്ദ്രം ആവശ്യപ്പെടും ജനസംഖ്യാ നിയന്ത്രണം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇതെല്ലാം നടപ്പിലാക്കി. ആ നടപ്പിലാക്കിയവരെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഇന്ന് വരെ ഒന്നും ചെയ്യാത്തവർക്ക്. ഞാൻ പറഞ്ഞ ഈ തരത്തിൽ ജനസംഖ്യാ നിയന്ത്രണവും അതുപോലെ അതിദാരിദ്ര്യവും ഇല്ലാതാക്കി സ്കൂളും ആശുപത്രിയും ഒന്നും നന്നാക്കാതിരുന്നു എങ്കിൽ ഇവർ ഇപ്പോൾ കൊണ്ടുവന്ന ക്രൈറ്റീരിയ വെച്ച് നമുക്ക് വിഹിതം കൂടുതൽ കിട്ടിയേനെ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പൈസ കണ്ടേനെ ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ. നമ്മളിതെല്ലാം ചെയ്തു. അത് ചെയ്തത് കിഫ്ബി എന്നുള്ള പദ്ധതി ഉപയോഗപ്പെടുത്തിയാണ്.
ആ പദ്ധതി ഉപയോഗപ്പെടുത്തി എന്നോ നടക്കേണ്ടത് ഇന്നേ നടത്തുന്നു. ഇന്ന് മുതൽ ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു. അത് ചെയ്തു എന്നുള്ള കാരണത്താൽ നമ്മളുടെ കടമെടുപ്പ് പരിധിയിൽ കിഫ്ബി പദ്ധതിയെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കടമെടുക്കാനുള്ള അവകാശമില്ല. കടമെടുക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ള കണക്ക് കടമെടുക്കാൻ കഴിയുമോ? ഞാൻ പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ്റെയും അതുപോലെ തന്നെ റിസർവ് ബാങ്കിൻ്റെ എല്ലാം അനുമതിയോടുകൂടി അതിനൊരു മാനദണ്ഡമുണ്ടല്ലോ. ആ മാനദണ്ഡ പ്രകാരമേ നമുക്ക് കടമെടുക്കാൻ കഴിയൂ. പിന്നെ ആ കടമെടുപ്പിൻ്റെ പരിധിയുടെ കണക്കുകൾ പരിശോധിച്ചാൽ ശരാശരി നമ്മളിപ്പോൾ 5 വർഷം കൂടുമ്പോൾ യഥാർത്ഥത്തിൽ ഇരട്ടിയായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് മുഴുവൻ കണക്കുകൾ. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നോക്കിയാൽ അതിലേറെയുണ്ട്. ആ കണക്കിനും അപ്പുറത്തേക്കാണ് അവർ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ നിയമപരമായി എടുക്കാനുള്ള കടമെടുപ്പ് അവകാശം ഇല്ലാതാക്കുന്നു. അതിനെ പിന്നെ വിഹിതം കുറയ്ക്കുന്നു. വിഹിതം കുറയ്ക്കുന്നതിന് പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ എന്താണ്? നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു, സ്കൂളുകൾ ഡെവലപ്പ് ചെയ്തു, ആശുപത്രികൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ പിന്നെ ആ മേഖലയ്ക്ക് പൈസ തരേണ്ട കാര്യമില്ലല്ലോ. ആ പേരും പറഞ്ഞ് ആ വിഹിതം കുറയ്ക്കുന്നു. നമ്മളിതെല്ലാം ചെയ്തത് എങ്ങനെ? കിഫ്ബി വഴി വിഭവ സമാഹരണം നടത്തിയാണ് നമ്മളിത് ചെയ്തത്. എന്നിട്ട് അത് വിഭവ സമാഹരണം നടത്തി എന്നുള്ള കാരണത്താൽ കടമെടുപ്പ് പരിധിയും വെട്ടിക്കുറയ്ക്കുന്നു. 2 തരത്തിലാണ് കേരളത്തെ സാമ്പത്തികമായി ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിൽ അവതരിപ്പിച്ചപ്പോൾ എല്ലാ MLA മാർക്കും നിങ്ങൾ ആ കണക്കുകളെല്ലാം പരിശോധിച്ച് നോക്കണം. മുൻകാലങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ളതായാലും ഇപ്പോൾ കിഫ്ബി പദ്ധതി ലഭിക്കാത്ത ഏതെങ്കിലും ഒരു MLA ഉണ്ടോ? ഇപ്പോൾ ബഡ്ജറ്റ് ചർച്ചയൊക്കെ അവർ ബഹിഷ്കരിച്ചിട്ട് പോയി. കേരളത്തിൽ UDF ബഹിഷ്കരിച്ചിട്ട് പോയി. പക്ഷേ അവരെല്ലാവരും അവരവരുടെ മണ്ഡലത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളതിൻ്റെ പോസ്റ്റർ ഇറക്കി അവരെ ചിരിക്കുന്ന പടമൊക്കെ വെച്ച് ഫ്ലെക്സും വെക്കുകയാണ്. ഞാൻ പറഞ്ഞ അതിലെല്ലാം ഒരു ക്രൈറ്റീരിയ നിശ്ചയിച്ചിട്ടുണ്ട്. ക്രൈറ്റീരിയ പാലിക്കപ്പെടുന്നില്ല, കേരളത്തോട് അവഗണന തുടരുന്നു എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഉല്ലാസ് ബാബു, നോക്കൂ, ഇവിടെ വികസിത കേരളം പറഞ്ഞുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ്. ഒരു കാര്യം കൂടെ പറയാം, രാഷ്ട്രീയം പറഞ്ഞു പൂർത്തിയാക്കിക്കോ. രേണുക, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാന രാജീവ് ചന്ദ്രശേഖർ ഞാൻ പറഞ്ഞ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന പൈസയുടെ ഒരു ഷെയർ നമുക്കും തരണ്ടേ? ഇവിടെ നിന്ന് എടുത്ത് UP കൊടുക്കണ്ട എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷെ നമുക്ക് തരാനുള്ളത് തരണം. ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ എന്താണ്? NDA വരട്ടെ എന്നാണ്. ഞാൻ ചോദിച്ച ഇത് NDAയുടെ ഔദാര്യമാണോ? ഒരിക്കലുമല്ല. ഞങ്ങളിപ്പോൾ ഈ ബഡ്ജറ്റ്, കേരള ബഡ്ജറ്റിൽ അവതരിപ്പിച്ച ഓരോ മണ്ഡലത്തിലേക്കും അനുവദിച്ചിട്ടുള്ള പൈസ ഈ ഗവൺമെന്റ് ഔദാര്യമൊന്നുമല്ല. ജനങ്ങൾ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അത് സാമൂഹ്യ നീതി ഉറപ്പാക്കിക്കൊണ്ട് നടപ്പാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം. ആ നിലപാടാണോ ഇവർ? ഒരു ജനാധിപത്യത്തിന് ചേർന്നതാണോ? അപ്പോൾ ജനാധിപത്യം എന്തെന്ന് അവർക്കറിയില്ല. അവർക്ക് കോർപ്പറേറ്റുകളെ കനപ്പിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് 2 പേരും മിണ്ടിയില്ല. ഞാനത് വളരെ വ്യക്തമായി സമയമെടുത്ത് പറഞ്ഞതാണ്. കേരളം നമ്മുടെ ഗ്രാമീണ ജീവിതത്തെ ത്രസിപ്പിക്കുന്ന ഒന്നാണല്ലോ തൊഴിലുറപ്പ് പദ്ധതി. അതില്ലാതാവുകയാണ്. ഈ കേരളത്തിൽ അതിന്റെ ആഘാതം ഉണ്ടാകും. ഏറ്റവും നന്നായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ജനങ്ങൾ കൊടുത്തത് കേരളത്തിലാണ്. അതില്ലാതാകുമ്പോൾ കാര്യമില്ല. ചില ചോദ്യങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. നോക്കൂ, വികസിത കേരളം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വോട്ട് തേടാൻ ശ്രമിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും ആവർത്തിച്ച് പറയുന്നത് വികസിത കേരളമാണ്. ഈ ബജറ്റിൽ കേരളം പ്രതീക്ഷിച്ചിരുന്ന ഒന്നുപോലും നേടിയെടുക്കാതെ എങ്ങനെ നിങ്ങൾ ഇനി വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി ജനങ്ങളെ കാണും? അവരോട് എന്ത് പറയും? BJP ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന് തുടർച്ചയായി കേരളത്തിന് അവകാശപ്പെട്ടത് നിഷേധിക്കുമ്പോൾ നിങ്ങളെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും? അല്ല, ഞങ്ങളെ ജനങ്ങൾ വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ളൊരു അട്ടിപ്പറ അവകാശം രേണുവിക്ക് എന്തായാലും തരുന്നില്ല. പിന്നെ ഞാൻ കോപാകുലനാവണോ രോക്ഷാകുലനാണോ എന്നുള്ളത് രേണുവ ടെൻഷൻ ആവണ്ട. ഞങ്ങളെങ്ങനെ ജനങ്ങളെ കാണുമെന്നുള്ള ഭയവും രേണുവയ്ക്ക് വേണ്ട. ഞങ്ങൾ കൃത്യമായി കണ്ടോളാം. രണ്ടാമത്തെ കാര്യം, വികസിത കേരളം എന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ കാഴ്ചപ്പാട്, കേന്ദ്രവും കേരളവും തമ്മിലുള്ള ബന്ധം, കേന്ദ്രം കേരളത്തെ അവഗണിച്ചു എന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥിരം ജൽപ്പനകൾ, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചു. ആരട്ടിമറിച്ചു?
തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവരുടെ വരുമാന മാർഗം കൂട്ടിയതാരാണ്? അവരുടെ ദിവസങ്ങൾ വേതനം കൂട്ടിയതാരാണ്? അവരുടെ ദിവസങ്ങളുടെ എണ്ണം കൂട്ടിയതാരാണ്? അപ്പം നിങ്ങളുടെ ഷെയർ തീരുമാനിക്കുന്ന സംസ്ഥാനത്തിന് എന്താ ഷെയർ കൊടുത്താൽ കുഴപ്പം? ബെനിഫിഷ്യറിക്ക് എന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ടോ? ആരാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ്? ആ ബെനിഫിഷ്യറീസുകൾക്ക് ഒരു ദോഷവും വന്നിട്ടില്ല. അവർക്ക് കൂലിയും കൂടുതൽ കൊടുത്തിട്ടുണ്ട്, അവർക്ക് ദിനങ്ങളും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട കൊയ്ത്തുകാലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ആരും ദുഃഖപ്പെടണം. നിങ്ങൾക്ക് അതിൽ ഷെയർ കൊടുക്കാനുള്ള വിഷമല്ലേ? അത് നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ പണി നിർത്തി നിങ്ങൾ വീട്ടിൽ പോകണം, അല്ലാണ്ട് അത് കൊണ്ടുവരണ്ട. രണ്ടാമത്തെ കാര്യം, കേരളത്തിനൊന്നും കൊടുത്തില്ല. ആയുർവേദ മരുന്നുകളുടെ കയറ്റുമതി കേരളത്തിന് നാളികേര വികസനത്തിനുള്ള കാര്യങ്ങൾ കശുവണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള അതിന് വേണ്ടുന്ന മാറ്റിവെച്ച അല്ല ഞാൻ പറഞ്ഞതിന് ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിച്ചില്ലല്ലോ സാർ. അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിച്ചില്ലല്ലോ. അങ്ങ് ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എനിക്കെതിരെ പറഞ്ഞോളൂ, അതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, കശുവണ്ടിക്കും കൊക്കോയ്ക്കും ഗുണകരമായ പ്രവർത്തനം വന്നത് കേരളത്തിന് ഗുണകരമല്ല. തീരദേശ ടൂറിസവും വികസനത്തിൻ്റെ ഭാഗമായി വന്നത് കേരളത്തിന് ഗുണകരമല്ല. ഹെറിറ്റേജ് ടൂറിസം കേരളത്തിന് ഗുണകരമായി വരില്ല. അതുപോലെ തന്നെ വാട്ടർ വേസ്, ഏറ്റവും കൂടുതൽ വാട്ടർ വേസിന് സാധ്യതയുള്ള കേരളത്തിന് അത് ഗുണകരമായി വരില്ല. അതുപോലെ തന്നെ മെഡിക്കൽ ടൂറിസം കേരളത്തിന് ഗുണകരമായി വരില്ല. വനിതാ സംരംഭകത്വം സംരക്ഷിക്കുന്ന പദ്ധതി കേരളത്തിന് ഗുണകരമായി വരില്ല. 10,000 കോടിയുടെ MSME കേരളത്തിന് ഗുണകരമായി വരില്ല. ധാതു ഇടനാഴി കേരളത്തിന് ഗുണകരമായി വരില്ല. ഖാദി ഡെവലപ്മെൻറ്റ് കേരളത്തിന് ഗുണകരമായി വരില്ല. മത്സ്യ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ഗുണകരമായ തീരുമാനം കേരളത്തിന് ഒരു തരത്തിലും ഗുണകരമായി വരില്ല എന്ന് തോന്നുന്നുണ്ടോ? 1.4 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നതിൽ കേരളത്തിന് ഗുണമായി കിട്ടില്ല തോന്നുന്നുണ്ടോ? 12.5 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യത്തിൽ കേരളം പെടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 36,000 കോടി രൂപയോളം വരുന്ന 3.8ലേക്ക് 1.9 നിന്ന് കേന്ദ്ര വിഹിതം കൂട്ടിയത് കേരളത്തിന് ഗുണകരമായി വരില്ല എന്ന് തോന്നുന്നുണ്ടോ? പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് കേരളത്തിൽ നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൽ 50% പോലും ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല സാർ. ഇടതുപക്ഷത്തിന്റെ സർക്കാരിന്റെ പ്രതിനിധി മനസ്സിലാക്കണം. കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിന്റെ തൊട്ട് മുമ്പത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ച കാര്യത്തിന് പരിപൂർത്തീകരണം നടന്നിട്ടില്ല. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതുകൊണ്ടായില്ല. ആ ബഡ്ജറ്റ് അവതരിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ഒരു വർഷം കൊണ്ട് നടപ്പിലാക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ നാളെ വെച്ചോ, ഡിബേറ്റ് 1-to-1 ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുത്താലേ ഗുണമുള്ളൂ. നിങ്ങൾ ഈ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? കേരളത്തിലെ സാധാരണക്കാരന്റെ അടിസ്ഥാന വികസനത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? വയോവന്ദൻ പദ്ധതി, രേണുകയുടെയും എന്റെയും റോണിയുടെയും ബഹുമാനായ MLA യുടെ അടക്കമുള്ള അച്ഛനും അമ്മമാർക്കും 70 വയസ്സ് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വർഷാവർഷം കിട്ടുന്ന ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി, ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വയോവന്ധൻ എന്താണ് സാർ നിങ്ങളുടെ ആരോഗ്യമന്ത്രി ഒപ്പിടാൻ തയ്യാറാകാഞ്ഞ്? എന്താ നിങ്ങളായ MOU ഒപ്പിടാത്തത്? 70 വയസ്സ് കഴിഞ്ഞ അച്ഛനമ്മമാർക്കും 5 ലക്ഷം രൂപ വർഷാവർഷം കിട്ടുന്നതിൽ നിങ്ങൾക്ക് എന്താണ് വിരോധം? PMC പദ്ധതിയുടെ ഭാഗമായിട്ട് സ്കൂളുകൾക്ക് 1 കോടി 10 ലക്ഷം രൂപ കിട്ടുന്ന പദ്ധതിയിൽ എന്താണ് സാർ നിങ്ങൾ ഒപ്പിടാത്തത്? എന്താണ് വിദ്യാർത്ഥികളുടെ ഡെവലപ്മെന്റ്, വിദ്യാർത്ഥികൾ പഠിക്കുന്ന സാഹചര്യം, അവരുടെ സ്കൂളിന്റെ വിദ്യാഭ്യാസ ശൈലി, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയിൽ നിങ്ങൾ എന്താ ഒപ്പിടാത്തത്? നിങ്ങൾക്കെന്താ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ഈ നാട്ടിനകത്ത് PSCയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്രയുണ്ട് സാർ? പറയൂ സാർ. നിങ്ങൾ ഈ ഭരിക്കുന്ന ഈ കേരളത്തിൽ നിന്ന് UK-യിലേക്കും US-ലേക്കും പോളണ്ടിലേക്കും അയർലാൻഡിലേക്കും ന്യൂസിലാൻഡിലേക്കും സ്വിറ്റ്സർലാൻഡിലേക്കും കുട്ടികളിങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കയറിപ്പോകുന്ന സമയത്ത്, കേരളം വൃദ്ധന്മാരുടെ ആക്കുന്ന സമയത്ത് എന്തായിരുന്നു സാർ നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പരിപാടി? എന്താ അവർ നോക്കിയിരിക്കാഞ്ഞ്? നിങ്ങളുടെ റോഡ് ഗതാഗത കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി ഈ കേരളത്തിലെ ഗ്രാമീണ റോഡുകളുടെ 4.5 കൊല്ലമായിട്ടുള്ള അവസ്ഥ എന്തായിരുന്നു? ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലം വന്നപ്പോഴല്ലേ നിങ്ങളുടെ റോഡ് ഡോളറുകളും നിങ്ങളുടെ ടാർഗറ്റ് വിപ്പകളും ഇവിടെ വന്നത്? ഞങ്ങളുടെ 4.5 കൊല്ലം നടുവൊടിഞ്ഞതിന്റെ ചരിത്രം നിങ്ങൾ മറന്നോ? അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കോ? എത്ര 4.5 കൊല്ലം നഷ്ടപ്പെട്ട ആളുകളുടെ സമയം, അവരുടെ ജോലിഭാരങ്ങൾ, അവരുടെ വാഹനങ്ങളുടെ പ്രയാസങ്ങൾ ഇടതുപക്ഷം അങ്ങനെ താങ്കൾ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ബുദ്ധിമുട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് കരുതൂ. അത് കരുതൂ താങ്കൾ. നോക്കൂ, 52 രൂപ 1 കിലോ അരിക്ക് എത്തിച്ച രാഷ്ട്രീയമാണ്. താങ്കൾ ഈ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ BJP-യെ അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDA-യെ ജനങ്ങൾ എങ്ങനെ ഒരു ഓപ്ഷനായി കാണണം? നിങ്ങൾ ഇതാണല്ലോ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ ഇത് പറയപ്പെടുന്നത് കാർഷിക മേഖലയിൽ നിങ്ങൾ കാശ് കുറച്ചത്, കേന്ദ്രം കൂട്ടിയ കാശ് മുഴുവൻ കുറച്ച രാഷ്ട്രീയം നിങ്ങൾ കേരളം നടപ്പിലാക്കിയത് എന്തടിസ്ഥാനത്തിലാണ് സാർ?
ഉല്ലാസ് ബാബു, താങ്കൾ ഈ പറയുമ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. മാറി മാറി വരുന്ന LDF UDF സർക്കാരുകൾ ജനങ്ങൾക്ക് വേണ്ടുന്നതൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ഇനി ചെയ്യും, ഞങ്ങളാണ് ഓപ്ഷൻ എന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണല്ലോ തിരുവനന്തപുരത്ത് നിങ്ങളെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. മനസ്സിലായില്ല. ഉല്ലാസ് ബാബു, ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് കേൾക്കാമോ? നമ്മളുടെ വിഷയം, ചോദ്യം അതിനുള്ളിൽ നിന്ന് സംസാരിക്കാമോ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ താങ്കൾക്ക് കേൾക്കാമെന്ന് ഞാൻ കരുതുകയാണ്. ഈ ഇടത് വലത് ശ്രീ ഉല്ലാസ് ബാബു, ഈ LDF UDF സർക്കാരുകൾ മാറി മാറി വരുന്നു, അവർ ജനങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ വോട്ട് തേടുന്നത്. ഇത്തവണയും അതുതന്നെയാണല്ലോ നിങ്ങളുടെ മുദ്രാവാക്യം. താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെയൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ എങ്ങനെ ഓപ്ഷനായി കാണുമെന്നതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ വളരെ വലിയ വികസനം ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വന്ദേ ഭാരത് ലാഭകരമായി ഓടുന്ന റൂട്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ദേ ഭാരത് ഏറ്റവും കൂടുതൽ ഒക്യുപ്പൻസി റേറ്റ് ഉള്ള കേരളം ഏറ്റവും കൂടുതൽ അതിന് സംഭാവന ചെയ്യുന്ന സംസ്ഥാനമാണ്. അവിടേക്ക് എന്തുകൊണ്ടൊരു അതിവേഗ റെയിൽ ഇല്ല എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ ഇങ്ങനെ എല്ലാ ബജറ്റിലും എല്ലാവരും അനുവദിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് കൊണ്ട് അതിന് മറുപടിയാകുമോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രേണുക കേരളത്തിലെ വികസനം ആകെ കാണുന്നത് റെയിൽവേയിലാണ് എങ്കിൽ റെയിൽ പാളത്തിന്മേൽ മാത്രം വികസനം മറ്റെന്തൊക്കെയുണ്ട്? താങ്കൾ അങ്ങനെ ചൂണ്ടിക്കാട്ടുന്ന രീതിയിൽ എന്തുണ്ട് ബജറ്റിൽ? അങ്ങനെയാണെങ്കിൽ BJP സംസ്ഥാന അധ്യക്ഷന്റെ വാർത്താ സമ്മേളനം ഇന്നലെ നടന്നപ്പോൾ പാതി വഴിക്കാതെ അവസാനിപ്പിച്ച് പോകേണ്ടി വരില്ലായിരുന്നല്ലോ. ഇന്ന് മറുപടി ചോദിക്കുമ്പോൾ ഞാൻ കേരളത്തിൽ വന്നിട്ട് പറയാമെന്ന് നിങ്ങളുടെ കേന്ദ്രമന്ത്രിക്ക് പറയേണ്ടി വരില്ലായിരുന്നല്ലോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട് നിങ്ങളുടെ നേതാക്കൾക്ക് ഉണ്ടാകില്ലല്ലോ. നിങ്ങൾ എന്താ ഇടപെടാത്തത്? ഞങ്ങളുടെ നേതാക്കൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ബുദ്ധിമുട്ടിൽ രേണുക പനിക്കുകയും വേണ്ട. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. കേരളത്തിന്റെ വികസനത്തിൽ 11 വർഷം മുൻപുണ്ടായിരുന്ന റെയിൽവേ, കേരളത്തിലെ റെയിൽവേയും ഇപ്പോഴത്തെ റെയിൽവേയും തമ്മിൽ രേണുകയ്ക്ക് ഒരു മാറ്റവും തോന്നുന്നില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട, കണ്ണുകൾക്ക് തിമിരം ബാധിച്ചിരിക്കുന്നു, കൃത്യമായ ചികിത്സ ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, രേണുക പറയുന്ന ഒരു കാര്യത്തിൽ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളുടെ വികസനത്തെ കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കാത്ത സർക്കാരിന്റെ പ്രതിനിധി അവിടെ ഉണ്ടല്ലോ. തൃശ്ശൂരായിക്കോട്ടെ, പാലക്കാട് എത്ര കാലമായി രേണുക ഒന്ന് ചോദിക്കൂ. പാലക്കാട് മെഡിക്കൽ കോളേജ് ഇവർ നടപ്പിലാക്കി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ നിന്ന് പിണറായി വിജയന്റെ 2 കാലഘട്ടം കഴിഞ്ഞിട്ടും ഇന്നും പാലക്കാടിലെ ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൃത്യമായി എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ചികിത്സാ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് CPM-ന്റെ പ്രതിനിധിയോട് ഒന്ന് രേണുക ചോദിക്കൂ. എന്റെ നിങ്ങളുടെ ആരോഗ്യ മേഖലയെ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിലുള്ള കുട്ടികൾ പറന്നു പോകുന്നത് എന്തേ രേണുക കാണാഞ്ഞത്? നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറ്റുന്നത് എന്തേ രേണുക കാണാഞ്ഞത്? എന്തേ രേണുകയ്ക്ക് അത് ചോദിക്കാൻ സാധിക്കാത്തത്? അപ്പൊ ആരോഗ്യ മേഖല, കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, അതുപോലെ തന്നെ വ്യാവസായിക മേഖല, കാർഷിക മേഖലയിലൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന സമയത്ത് ഇതൊന്നും രേണുകയ്ക്ക് കാണാൻ സാധിക്കുന്നില്ല. രേണുകയ്ക്ക് ആകെ റെയിലേ കാണാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ ആ റെയിലും രേണുക നോക്കിക്കോളൂ. അവിടെയാണ് ഉല്ലാസ് ബാബു പറഞ്ഞത് 3795 കോടി രൂപ റെയിൽ വികസനത്തിന് കേരളത്തിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ 11 വർഷമായിട്ടും ആ വികസനം രേണുവയ്ക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് കണ്ണുകൾക്കാണ് തിമിരം ബാധിച്ചിരിക്കുന്നത്. ആ രാഷ്ട്രീയ തിമിരമാണോ എന്ന് രേണുക പരിശോധിക്കുക. ഞങ്ങളെ താങ്കളോട് ചോദിച്ച ചോദ്യം വികസിത കേരളം പറഞ്ഞു എങ്ങനെ ജനങ്ങളെ നേരിടും എന്നതായിരുന്നു. എങ്ങനെ തെരഞ്ഞെടുപ്പ് തന്ത്രം മാറ്റാതെ ജനങ്ങളോട് വോട്ട് തേടും എന്നതായിരുന്നു. അതിന് ഇതാണ് താങ്കളുടെ മറുപടി എങ്കിൽ ആയിക്കോളൂ. എനിക്ക് താങ്കളെ പോലെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനില്ലാത്ത താങ്കളുടെ നിസ്സഹായ അവസ്ഥയാണെങ്കിൽ അങ്ങനെ, താങ്കളുടെ നിസ്സഹായ അവസ്ഥയാണെങ്കിൽ അങ്ങനെ. പക്ഷേ നോൺ സ്റ്റോപ്പായി താങ്കൾ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിച്ചത് മാത്രം പറയുന്നതിനെ ഒരു ചർച്ച എന്ന് പറയാൻ പറ്റുമോ ശ്രീ ഉല്ലാസ് ബാബു? ഞാൻ എത്ര വ്യക്തമായിട്ടാണ് എന്റെ ചോദ്യം ചോദിച്ചത്. ഇനി വികസിത കേരളം പറഞ്ഞ് നിങ്ങൾക്ക് വോട്ട് തേടാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. ഈ പൊന്നാനിയിൽ ആരംഭിച്ചിരിക്കുന്ന ഓഫീസ് ആർക്ക് വേണ്ടിയാണ്, എന്താണ് അതിന്റെ അഷുറൻസ് എന്ന് ചോദിച്ചിട്ട് അതിന് മറുപടിയില്ല. ഇനിയിപ്പോ പാലക്കാട് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു ഓഫീസ് തുടങ്ങിയായിരുന്നല്ലോ, അത് പൂട്ടിയതുപോലെ ഇത് പൂട്ടിക്കൊണ്ടു പോകാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ആരോടും ഒന്നും വിശദീകരിക്കുകയും വേണ്ട. അതാണ് അവസ്ഥ. എന്താ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ആരോഗ്യ മേഖലയും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലും കേരളത്തിലെ കാർഷിക മേഖലയിലും കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ പ്രശ്നത്തിലും പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്ത സർക്കാരിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ രേണുകയ്ക്ക് സാധിക്കുന്നില്ല എങ്കിൽ രേണുകയുടെ രാഷ്ട്രീയ തിമിരം മാറ്റിവെക്ക്. എന്താ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇന്നത്തെ ചോദ്യം നമ്മളുടെ അതല്ലല്ലോ. ചോദിക്കുമ്പോൾ ഉല്ലാസ് ഇന്നത്തെ നമ്മളുടെ ചോദ്യം എന്താണ്? ചോദിക്കാൻ പാട് ബജറ്റിലെ അവഗണനയാണ്, നമ്മളുടെ കേന്ദ്ര ബജറ്റിലെ അവഗണനയാണ്.
അതിൽ കേരളത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ്. BJPയുടെ മിഷൻ മാറിയോ എന്നുള്ളതാണ്. അതായത് കേന്ദ്ര സർക്കാർ ഇനി കേരളത്തിലൊന്നും കൊടുത്തിട്ട് കാര്യമില്ല എന്ന് കരുതി ആ മിഷൻ ഉപേക്ഷിച്ചോ എന്നതാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തിൽ നിന്ന് ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങളാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. LDFന്റെ മിഷൻ ഉപേക്ഷിച്ചു എന്നാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങൾ അവരോട് ചോദിക്കും. ശ്രീ ഉല്ലാസ് ബാബു, താങ്കളോട് ഞാൻ തിരിച്ചു വരാം. ശ്രീ റോണി കെ ബേബി, നോക്കൂ, ഇവിടെ ഇപ്പോൾ മത്സരം UDF-ഉം NDA-യും തമ്മിലാണ് എന്ന പ്രചരണമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കൊടുത്തിരുന്നത്. ആ രീതിയിൽ വലിയ ഹൈപ്പൊക്കെ കാണിച്ചുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എൻട്രി ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് മടങ്ങിയപ്പോൾ വലിയൊരു അടിയാണ് കിട്ടിയത്. ഇപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ BJP നേതാക്കൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് പറഞ്ഞു വോട്ട് തേടും എന്നറിയാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട തെരഞ്ഞെടുപ്പ് സെനാരിയോയിൽ നിന്ന് വലിയൊരു മാറ്റം ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്നതാണോ കാണേണ്ടത്? UDF LDF ഡയറക്റ്റ് ഫൈറ്റിന്റെ വലിയൊരു അന്തരീക്ഷത്തിലേക്ക് തെരഞ്ഞെടുപ്പ് മാറാനുള്ള സാഹചര്യമാണോ കേന്ദ്ര ബജറ്റ് സൃഷ്ടിച്ചിരിക്കുന്നത്? രേണു എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ കൃത്യമായി തന്നെ ഞാൻ മറുപടി പറയാം. അതിനും എനിക്ക് ഒരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ നടത്താനുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ നൌഷാദ് അദ്ദേഹം പറയുണ്ടായി, അതായത് 2 തവണ ആവർത്തിച്ച് പറഞ്ഞു 8 കേന്ദ്രമന്ത്രിമാരുണ്ടായപ്പോൾ എന്തുകൊണ്ട് എയിംസ് കൊണ്ടുവന്നില്ല. 2014 UPA ഗവൺമെന്റ് ആണ്, കോൺഗ്രസ് ഗവൺമെന്റ് ആണ് കേരളത്തിലെ എയിംസ് അനുവദിച്ചത്. 2016 മുതൽ 8 വർഷം എടുത്തു. 2024 നമ്മൾ ഈ കോഴിക്കോട് അതിനു വേണ്ടിയിട്ടുള്ള 157 ഏക്കർ സ്ഥലം കണ്ടെത്തിയത് എന്നുകൂടി ഞാൻ അവിടുത്തെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. 2014 UPA ഗവൺമെന്റ് ആണ്, കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഈ എയിംസ് കേരളത്തിന് അനുവദിച്ചത്. പിന്നെ ഇവിടെ രേണു ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. രേണു എന്നോട് ആദ്യം ചോദിച്ചതും ഇപ്പോൾ ചോദിച്ചതും വളരെ രണ്ടും കൂടി കൂട്ടി രേണു പറഞ്ഞു, ഞാൻ മറുപടി സ്കിപ്പ് ചെയ്തു. ഞാൻ രണ്ടും കൂടി ഒന്നിച്ച് ഞാനിവിടെ മറുപടി പറയാം. ആദ്യം, എന്തുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു യോജിച്ചുള്ള ഒരു സമരത്തിന് ഞങ്ങൾ തയ്യാറാകുന്നില്ല? ആവശ്യമായ മേഖലകളിൽ ഞങ്ങൾ തയ്യാറാണ്. വളരെ ജെന്യുവിനായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുമായി യോജിച്ച് സമരം ചെയ്യാൻ വേണ്ടി കോൺഗ്രസിന് ഒരു മടിയുമില്ല. പക്ഷെ ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനോട് വിയോജിപ്പുണ്ട്. കാരണം കേന്ദ്ര അവഗണന എന്നൊരു പേര് പറഞ്ഞുകൊണ്ട് അതിന് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ, സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ഘടികാരിസ്ഥത അവർ മൂടി വെക്കാൻ വേണ്ടി ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. എല്ലാ വിഷയങ്ങളിലും സംസ്ഥാന സർക്കാരുമായി ഞങ്ങൾ യോജിച്ച സമരത്തിന് പോകുമ്പോൾ ഈ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച അവിടെ മറച്ചു വെക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഞങ്ങൾ രണ്ടിനെ ചോദ്യം ചെയ്യും. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെ ഞങ്ങൾ അക്കമായിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്യും. അതുപോലെ സംസ്ഥാന സർക്കാർ നടത്തുന്ന വീഴ്ചകൾ, അവരുടെ ധനകാര്യ മാനേജ്മെന്റിലുള്ള അവരുടെ കെടുകാര്യസ്ഥത, അവരുടെ വീഴ്ച, നികുതി പിരിവിൽ ഉൾപ്പെടെ ഇവിടെ ബജറ്റിന് പുറത്ത് കിഫ്ബി വഴി എടുത്ത ലോണുകൾ ഉൾപ്പെടെ. കാരണം ഇന്ന് അത് ഞങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല വളരെ കൃത്യമായി 2018 ഈ കിഫ്ബി വന്നപ്പോൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതാണ്. ബജറ്റിന് പുറത്ത് ഇങ്ങനെ നിങ്ങൾ കടമെടുക്കുന്നത് അത് കേരളത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാവും. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന സാമ്പത്തിക ദുരവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ബജറ്റിന് പുറത്തുള്ള ഈ അധികമായിട്ടുള്ള കടമെടുപ്പാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ടിനെ ചൂണ്ടിക്കാട്ടും, കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ ചൂണ്ടിക്കാട്ടും, അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ അവഗണനയെ ചൂണ്ടിക്കാട്ടും. പക്ഷെ അവിടെ ഞങ്ങൾക്ക് ഒരു സംശയം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു NDA-യും UDF തമ്മിലാണ് മത്സരം. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു ചേഞ്ച് വരുത്താനുണ്ട്. ഞങ്ങളുടെ അതിൻ്റെ അകത്തുള്ള ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് ഒരു വശത്ത് UDF-ഉം മറുവശത്ത് CJP മുന്നണിയുമാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP മുന്നണിയുമാണ്. കാരണം ഇപ്പോൾ ഈ കേരളത്തോട് കാണിച്ചിരിക്കുന്ന അവഗണന നമുക്ക് മനസ്സിലാക്കണം. തമിഴ്നാട് നോക്കുക, ഈ 7 റെയിൽവേ ഇടനാഴികൾ അനുവദിച്ചതിൽ 2 കൊടുത്തിരിക്കുന്നത് തമിഴ്നാടാണ്. ഇപ്പോൾ തമിഴ്നാടിനോട് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ളപ്പോൾ പോലും അവിടെ വാരിക്കൊരു കൊടുത്തു. കേരളത്തിന് എന്തുകൊണ്ട് തന്നില്ല? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മത്സരരംഗത്ത് കാരണം ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ BJP മുന്നണി ഇവിടെ ഒരു മത്സരരംഗത്ത് സജീവ സാന്നിധ്യമായി വന്നാൽ അത് CPM-ന്റെ വോട്ടുകളെയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കാരണം CPM-ന്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമുണ്ട്, നിഗമനമുണ്ട്. കാരണം BJP ചോർത്തിയിരിക്കുന്നത് CPM-ന്റെ വോട്ടുകളാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന് അറിയാം. BJP ഇപ്പോൾ ഈ അവഗണനയുടെ പേര് പറഞ്ഞുകൊണ്ട്, കേന്ദ്ര അവഗണനയുടെ പേര് പറഞ്ഞുകൊണ്ട് BJP-ക്കെതിരെ കേരളത്തിൽ ഒരു വലിയ രോക്ഷമുണ്ടാകുന്നു, വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു, വലിയ എതിർപ്പ് ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP പയ്യെ പുറകോട്ട് പോകുന്നു. ആ സ്പേസിൽ CPM-നെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടുകച്ചവടം ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്ന് വളരെ ശക്തമായിട്ടുള്ള വിമർശനം, വളരെ ശക്തമായിട്ടുള്ള നിരീക്ഷണം കോൺഗ്രസിനുണ്ട്, UDF-നുണ്ട്. കാരണം ഇവിടെ സംശയം എന്താണെന്നറിയോ, പല കാര്യങ്ങളിലും മുഖ്യമന്ത്രി പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഒരു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നല്ല ലൈസൻസ് വർക്ക് വേണം, ഇതിനെ അംഗീകരിക്കുന്നു. വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ ശരി,
ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി അതിന്റെ കൃത്യമായിട്ടുള്ള ബഹുമാനത്തോടെ കാണണം. പക്ഷേ ആവശ്യമായ കാര്യങ്ങളിൽ ഈ ലേസൺ വർക്ക് നമുക്ക് അനുകൂലമായിട്ടുണ്ടാകുന്നില്ല. പല കാര്യങ്ങളിലും ഇവിടെ ADGP അജിത് കുമാർ RSS മേധാവിയെ കണ്ടുള്ള പല കാര്യങ്ങളിലും ദുരൂഹത നിലനിൽക്കുകയാണ്. അങ്ങനെ പല വഴിവിട്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി അല്ലെ CPM-ന്റെ നേതാക്കൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഇതുപോലുള്ള വ്യക്തിഗത വിഷയങ്ങളിൽ എന്തുകൊണ്ട് ആ ഒരു വിലപേശൽ? നമുക്ക് KV തോമസ് ഉൾപ്പെടെ എത്രയോ പേരെ അവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുക. അപ്പൊ കേന്ദ്രമന്ത്രി തന്നെ പറയുന്നു ജോൺ ബ്രിട്ടാസ് ആണത്രേ PM-ശ്രീ പദ്ധതിയിൽ നിന്ന് ഫണ്ട് മേടിക്കാൻ വേണ്ടി മീഡിയം ശ്രമിച്ചത്. പക്ഷെ എന്തുകൊണ്ട് ഈ വികസന കാര്യങ്ങളിൽ കേരളത്തിന് വേണ്ടി അതുപോലെ KV തോമസ് ഉൾപ്പെടെ മറ്റ് ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവരുൾപ്പെടെ അവിടെ പോയി ചർച്ച നടത്തിയവരുൾപ്പെടെയുള്ളവരുടെ പരാജയമാണ് എന്ന് പറയുന്നു. അത് വീണ്ടും ആര് BJP-യോട് കൂട്ടുകൂടുന്നു എന്ന ചർച്ചകളിലേക്ക് കൂടി വഴിതിരിച്ചു വിടുകയാണ് കോൺഗ്രസ്. രേണുക, അരി എത്രാന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാടി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണ്. ഇവിടെ അദ്ദേഹം ശ്രീ KC വേണുഗോപാലായാലും ശ്രീ റിനി ആയാലും പരിശ്രമിക്കുന്നത് BJP-യും CPM-ഉം തമ്മിലുള്ള ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനാണ്. നമ്മുടെ ഞാൻ ചോദിക്കുന്ന കഴിഞ്ഞ ദിവസം ശ്രീ സണ്ണി ജോസഫിൻ്റെ സാന്നിധ്യത്തിൽ നടന്നൊരു ചർച്ചയിൽ ശ്രീ സുരേന്ദ്രൻ പറഞ്ഞെന്താണ്? സണ്ണി ജോസഫ് അതിന് പ്രതികരിച്ചത് പോലും ഇല്ലല്ലോ. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അധികാരത്തിൽ വരും? കഴിഞ്ഞ തവണ 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ BJP അധികാരത്തിൽ വരും എന്ന് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ തിരിച്ച് പറഞ്ഞത് 4 അംഗങ്ങൾ മാത്രമുള്ള മറ്റത്തൂർ പഞ്ചായത്തിൽ ഞങ്ങളിപ്പോൾ ഭരിക്കുന്നില്ലേ. എങ്ങനെയാണ് ഭരിക്കുന്നത്? അവിടെ കോൺഗ്രസ് ഒറ്റ രാത്രി കൊണ്ട് മുഴുവൻ കോൺഗ്രസ്സുകാരും BJP ആയി മാറി. ഞാൻ പറഞ്ഞ അരുണാചൽ പ്രദേശിൽ 60 അംഗ നിയമസഭയിൽ 42 അംഗങ്ങൾ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ്സാണ് അധികാരമേറ്റത്, കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കോൺഗ്രസ് എന്നുള്ളത് മാറി BJP ആയി 41 പേര്, മുഖ്യമന്ത്രി അടക്കം 41 പേര് BJP ആയി മാറി. ഗോവയിൽ, അതുപോലെ കർണാടകയിൽ, കഴിഞ്ഞ തവണ കർണാടകയിൽ ജനങ്ങൾ അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസിനെ ആയിരുന്നു. പക്ഷെ ഭരിച്ചതാരാ? BJP. അപ്പൊ ജനം തോൽപ്പിച്ച BJP-യെ ജനത്തെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിലെത്തിക്കുന്ന പണി കുറെ നാളായി തുടരുകയാണ്. ഇവിടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിച്ചു. അവർ ജയിച്ച സ്ഥലങ്ങളിലെല്ലാം 3-ാം സ്ഥാനത്തേക്ക് പോയതാരാ? എങ്ങനെ പോയി? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. ഞാൻ പറഞ്ഞ സംഘപരിവാറിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നത് കേരളത്തിൽ ഇടതുപക്ഷമാണ്, CPM തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങളിപ്പോ ഇലക്ട്രൽ ബോണ്ട് അതിന്റെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവന്നതാരാ? അല്ല, അങ്ങനെ പറഞ്ഞു പോകണ്ടല്ലോ. നിങ്ങൾ ആക്ഷേപങ്ങൾ പറയുമ്പോ പിന്നെ ഇവിടെ വിദ്യാഭ്യാസ മേഖല ശ്രീ ഉല്ലാസ് ബാബു കേന്ദ്ര ഗവൺമെന്റ് കണക്ക് പ്രകാരം ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ 10 സർവകലാശാലകളിൽ A++ നേടിയ 2 സർവകലാശാലകൾ കേരളത്തിലാണ്. 100 സർവകലാശാലകൾ എടുത്താൽ അതിൽ 18ഉം കേരളത്തിലാണ്. അതിൽ 15ഉം സർക്കാർ മേഖലയിലുള്ളതാണ്. കോളേജുകൾ എടുത്താൽ ഞാൻ പറഞ്ഞ ആ തരത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോവുകയാണ്. അതിനിടങ്കോലിടാൻ നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ M. നൗഷാദ്, എന്നോട് ക്ഷമിക്കുക. ശ്രീ ഉല്ലാസ് ബാബു, താങ്കൾക്ക് എന്തെങ്കിലും പറഞ്ഞു നിർത്താനുണ്ടോ? ഈ കേരള മിഷൻ ഉപേക്ഷിച്ചത് കൊണ്ടാണോ ഈ രീതിയിലുള്ള അവഗണന എന്നതാണ് നമ്മുടെ ചോദ്യം. പറഞ്ഞ് താങ്കൾ 1 മിനിറ്റേ ഉള്ളൂ, മറുപടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, ഞാൻ 1 മിനിറ്റ് കൃത്യമായിട്ട് വഴുതി മാറി മറുപടി പറയരുത് ഉല്ലാസ് ബാബു എന്ന് പറയുന്ന രേണുക മട്ടത്തൂർ തെരഞ്ഞെടുപ്പും കർണാടക തെരഞ്ഞെടുപ്പും പറഞ്ഞ നൗഷാദിനോട് ഒരു വാക്ക് പോലും മിണ്ടിയില്ല എന്നുള്ളതാണ് രേണുകയുടെ രാഷ്ട്രീയ അജണ്ട എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കിക്കൊള്ളുക. അത് ഈ ചർച്ചയുടെ ഇന്നത്തെ ചോദ്യത്തിനുത്തരമായിരുന്നല്ലോ. പിന്നെ അരിയാഹാരം കഴിക്കുന്ന ആളുകളെ കുറിച്ച് പറയണ്ട. അരിയാഹാരത്തിന്റെ വില എത്രയാക്കി നിങ്ങളുടെ പാർട്ടി പറഞ്ഞാൽ മനസ്സിലാകും. UPA സർക്കാർ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ
നിങ്ങളുടെ എല്ലാം കൂടെ നിങ്ങളുടെ കൊടുത്ത് എത്ര? CPM 350 പിന്താങ്ങുന്ന സമയത്ത് പി ചിദംബരം എന്ന് പറയുന്ന വ്യക്തി ഇവിടുത്തെ സംസ്ഥാനങ്ങളുടെ വിഹിതം വേണം തൊഴിലുറപ്പ് പദ്ധതിക്ക് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ കയ്യടിച്ച വ്യക്തികൾ നിങ്ങൾ കൂടിയാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നൗഷാദിനെ മനസ്സിലാക്കണം എന്നുള്ളതും പഠിച്ചിട്ട് ബി ജെ പി കേരള മിഷൻ ഉപേക്ഷിച്ചോ എന്നതാണ് പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നു 65% പേർ, അല്ല എന്ന് പറയുന്നത് 32% പേർ മാത്രം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എം നൌഷാദ്, ഉല്ലാസ് ബാബു, ശ്രീ റോണി കെ ബേബി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണത്തിന് ശേഷം ആദ്യമായി നൽകിയ അഭിമുഖം ന്യൂസ് 18 ആണ്. രാഹുൽ ജോഷിയുമായി നിർമ്മല സീതാരാമൻ സംസാരിച്ചതിന്റെ ഇന്റർവ്യൂവിൽ അഭിമുഖത്തിലേക്ക്. സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഇന്ന് നമ്മളിൽ പലരെയും